Koraba Shabana Baribena Badibedaba Udamanariga Sharagashali Karihana Haraga Divasha Barabajibana Havadivasha Korabashari Kalarihana Digam Deshamanamana Panchuram Odivadivasha Barakajabadivasha Akali Kachi Badivana Hadivasha Barakabara. Amen. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം. ഹല്ലേലൂയ. 3-ാം വാക്യം തുടങ്ങിയിട്ട് വായിക്കാവോ? നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 3 തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നും ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇന്നുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധുക്കളിലും സുവിശേഷത്തിന്റെ പ്രതിപാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനായി നീതിഫലം നിറഞ്ഞവരായിരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിന്റെ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ഇത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയർ ലേഖനം പൗലോസ് എഴുതുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അവിടെ തുടങ്ങുന്ന ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച് യേശുക്രിസ്തു നാളെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം പൗലോസ് ഇവിടെ ഫിലിപ്പിയർ ലേഖനത്തിൽ എടുത്ത് പറഞ്ഞ ചില വാക്കുകൾ, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷം. നമ്മൾ പലയിടത്തും അത് പറയണം. അപ്പൊ സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കുന്ന പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ അവസ്ഥയിലൊക്കെ വന്ന കരഞ്ഞ് വിളിച്ച് ഹല്ലേലൂയ. അപ്പം എന്താ പറയാ, ഉറക്കവും ഇല്ല, ഊണുമില്ല, ഏതായിരിക്കും ചിലപ്പം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നായിരിക്കും നമ്മുടെ പുള്ളി ഇവിടെ പറയുന്ന. അദ്ദേഹം കാരാഗ്രഹത്തിൽ ഇരുന്നിട്ട് സന്തോഷത്തോടെ ഇവരെയൊക്കെ ഫിലിപ്പിയ സഭയിലുള്ള ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എഴുതേക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കാരണം അവിടെ ആയിരിക്കുമ്പോഴും ഹല്ലേലൂയ സന്തോഷത്തോടു കൂടി ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ച ഹല്ലേലൂയ വേലയിൽ ഹല്ലേലൂയ ആ കർത്താവിന്റെ വേല നിമിത്തം ഹല്ലേലൂയ ആമേ കാരാഗ്രഹത്തിൽ പോകുമ്പോഴും സന്തോഷത്തോടെ അതിനെ സഹിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന. അവിടെ പറയാത്തവിടെ അവർ സന്തോഷത്തോടെ നിങ്ങൾ എന്നല്ലേ. അപ്പൊ എന്നിട്ട് അവരോട് പറയും, നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചു. നമ്മളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചത് ആരാണ്? ഏതെങ്കിലും സഭയാണോ? ഏതെങ്കിലും പാസ്റ്ററാണോ? അല്ല ഏതെങ്കിലും നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നവരാണോ? ഒന്നുമല്ല. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ആമേൻ ദൈവമാണെങ്കിൽ ക്രിസ്തുയേശുവിന് നാളോളം അതിനെ തികയ്ക്കും. എന്തൊക്കെ പ്രശ്നങ്ങളിലും എന്തൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടിൽ കൂടെ നമ്മൾ പോയാലും എത്രയൊക്കെ തിരിച്ചുള്ളൊരു അനുഭവത്തിൽ കൂടെ പോയാലും ഹല്ലേലൂയ അത് ആരംഭിച്ചവന് അവസാനിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ദൈവം ആൽഫയും ഒമേഗയുമാണല്ലോ. ആരംഭത്തിന് അവസാനത്തെ അറിയുന്ന ദൈവത്തെ നമുക്കറിയുന്ന ഹല്ലേലൂയ. അല്ലാതെ നാളെ എന്താ വരാൻ പോകുന്നതെന്ന് ഒന്ന് മഷി നോക്കട്ടെ, അല്ലെങ്കിൽ പ്രശ്നം വെക്കട്ടെ, അല്ലെങ്കിൽ അമ്മേ ഹല്ലേലൂയ, അല്ലെങ്കിൽ എന്താ പറയാ ഇത് ഞാനൊന്ന് ആരോടെങ്കിലും ചോദിക്കട്ടെ എന്നല്ല പറയും. നമ്മുടെ ദൈവത്തിന് ആരോടും ചോദിക്കുന്ന ദൈവത്തിന് സകലം പറയാം. കാരണം അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിഷമത്തോടും പ്രയാസത്തോടും എന്നിട്ട് ദൈവമേ ദൈവം എന്ന് ചോദിക്കുമ്പോൾ ദൈവം അനങ്ങത്ത് പോലും ഇല്ല. കാരണം ദൈവം കൂടാ.
ഹല്ലേലൂയ. നമുക്കെല്ലാരും നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെ, ചെങ്കടലിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ മോശ പതറിപ്പോയി. മോശ നിലവിളിച്ചു. പക്ഷേ കാരണം മോശയ്ക്കറിയത്തില്ല ഇതിനടിയിൽ വഴി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ദൈവദാസൻ പറഞ്ഞ കാര്യം ഓർത്ത് വെക്കുന്നത്. മോശ മരുഭൂമിയിൽ കൂടെ 40 വർഷക്കാലം ആടിനെ മേയിച്ചത് മോശയാണ്. മോശയ്ക്ക് മരുഭൂമിയുടെ വഴികളൊക്കെ ഏകദേശം അറിയായിരിക്കും. പക്ഷെ എന്നിട്ട് നീ എന്തുകൊണ്ടാ ഈ വഴിയിലേക്ക് വന്നത്? കാരണം ചെങ്കടലാണ് ഇവിടെ. 2 സൈഡും കടം തൂക്കായ പാറകളാണ്. പുറകെ നിന്ന് ഒരൊറ്റ പർവ്വം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് അറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ടാ ഈ വഴിയിലേക്ക് തന്നെ ഈ ചെങ്കടലിന്റെ മുമ്പിലേക്ക് എത്താൻ കാര്യമെന്ന് ചോദിച്ചാൽ മോശ പറയും മറുപടിയാണ് ഹല്ലേലൂയ. ഞാനാകുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ പിന്നാലെ ഞാൻ സഞ്ചരിച്ചത്. ഹല്ലേലൂയ. ആ ശബ്ദം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ബുദ്ധിയിലല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ കഴിവിലല്ല, എൻ്റെ അറിവിലല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വന്ന ആ ശബ്ദത്തിന്റെ പിന്നാലെയാ വന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പറയും. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം അങ്ങനെയായിരിക്കണം. നമ്മൾ നമ്മുടെ ബുദ്ധിയിലോ കഴിവിലോ നമ്മുടെ അറിവിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദത്തിന്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ അനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ എത്തി നിൽക്കാറുണ്ട് ചെങ്കടലിന്റെ വാതൊക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഹല്ലേലൂയ. മുൻപോട്ടും വഴിയില്ലല്ലോ കർത്താവേ. പിറകോട്ടും പോകാൻ പറ്റത്തില്ലല്ലേ. നമ്മൾ കാരാഗൃഹത്തിന്റെ അനുഭവത്തിലൂടെ ഒക്കെ നമ്മളും വരാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാ ഇങ്ങനെ പറ്റിയത്, എന്താ ഇങ്ങനെ സംഭവിച്ചത്, എന്താ ഇത്ര ബുദ്ധിയില്ലായിരുന്നു, എന്തേ കാര്യങ്ങൾ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഹാലേലൂയ. നമുക്ക് പറയാനും മറുപടി ഉണ്ടാണ്. ദൈവം ഞങ്ങള് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടാ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഹാലേലൂയ. ആത്മാവ് പറഞ്ഞിട്ടാണ് ഇത് വന്നത്. അപ്പൊ ആത്മാവ് നമ്മളെ ഹാലേലൂയ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു 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 തകർച്ചയിലേക്ക് കൊണ്ടുവരുമോ? അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുമോ? ഞാൻ പറയും കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് എന്റെ ദേവദാസനെ ഞാൻ വചനം കേട്ടുനിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മള് എല്ലാവരും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എപ്പോഴും പറഞ്ഞ അസ്ഥിത്താഴ്വരയെ കുറിച്ച് പറഞ്ഞൊരു ഭാഗമാണ്. അവിടെ അസ്ഥികളോട് പ്രവാചകൻ പറയുന്നു യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായെന്ന് പറയും. എന്നിട്ട് അസ്ഥിയോട് വന്ന് ചേർന്ന് അങ്ങനെ എടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സാധാരണ ചിതറിക്കുകയല്ലേ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. ഫ്ലാറ്റുകൾ ഉണ്ടായെന്നാണോ ഫ്ലാറ്റുകളെല്ലാം ഇടിഞ്ഞു വീണെന്നാണോ ചിതറിപ്പോയതാ? ഹല്ലേലൂയ. അതുപോലെ എവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായോ അവിടെ എല്ലാ ബിൽഡിങ്ങുകളൊക്കെ തകർന്നു പോയി. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ അടുത്ത് തുർക്കിയിലെ കണ്ട് അവിടെ എല്ലാം ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞ് ചിതറിപ്പോയി. ഹല്ലേലൂയ. എത്ര ആൾക്കാർ മരിച്ചു. ഭൂമിക്കടിയിലേക്ക്. അപ്പം ഭൂകമ്പം സാധാരണ ഉണ്ടാകുമ്പോൾ സകലം ചിതറിക്കുക ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം കേട്ട് ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ അസ്ഥിയോട് വന്നു ചേർന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ചില തകർച്ചകളൊക്കെ ദൈവം ആയിട്ടാണ് ഹല്ലേലൂയ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പം അവിടെ നമുക്ക് ദൈവം ഹല്ലേലൂയ. ചിലര് പറയും ദൈവം അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് വളരെ പ്രസക്തമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അവിടെ പറയുന്നത് എന്താ പറയാ? നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച് ക്രിസ്തുവിന്റെ നാളോ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി. 1 നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തെ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം സുവിശേഷ ഘോഷണത്തെക്കുറിച്ച് ഫിലിപ്പല്ലേ സഭയെക്കുറിച്ചാ പറയുന്നത്. നിങ്ങളുടെ ആ കാര്യം ഓർക്കുമ്പോഴൊക്കെ ദൈവത്തെന്ന് വെച്ചാൽ അവരെപ്പോഴും നന്നായിട്ട് അത് ചെയ്തിരുന്നു. അവരനുസരണമുള്ളവരായിരുന്നു. അല്ലെങ്കിൽ ദൈവഭയമുള്ളവരാന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തെ അതായത് കൃപയിൽ എനിക്ക് കൂട്ടാളികളെ നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളും സുവിശേഷത്തിന്റെ പ്രതിവാദ സ്ഥിരീകരണത്തിൽ എന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കൃപയിൽ എനിക്ക് കൂട്ടാളിയെ നിങ്ങളെ ഒക്കെയും. അപ്പൊ ക്രിസ്തുവിന്റെ കൃപയിൽ കൂട്ടാളി നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളും സുവിശേഷത്തിന്റെ പ്രതിവാദം. അപ്പൊ ബന്ധനങ്ങളിലും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ബന്ധനത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഇവിടെ അടുത്തടുത്ത് വേറെ എനിക്കത് 13 വാക്യത്ത് എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. അപ്പൊ 13 വാക്യം പറഞ്ഞാൽ എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തം ബന്ധിക്കപ്പെടുവോ? ക്രിസ്തു നിമിത്തം നമ്മള് എന്താ പറയാ കാരാഗൃഹത്തിലാവോ? ക്രിസ്തു നിമിത്തം നമ്മുടെ വഴികളെല്ലാം അടയുവോ? ഹല്ലേലൂയ. ഇല്ലേ? ക്രിസ്തു നിമിത്തം വഴികളൊക്കെ അടയും. ക്രിസ്തു നിമിത്തം കാരാഗൃഹത്തിൽ ആകും. ക്രിസ്തു നിമിത്തം ബന്ധനത്തിലാകും. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം കഷ്ടത അനുഭവിക്കും. കഷ്ടതയുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും കഷ്ടതയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും ക്രിസ്തു നിമിത്തം പൗലോസ് അപ്പോസ്തലന് ബന്ധനം ഉണ്ടായെങ്കിൽ, പൗലോസ് അപ്പോസ്തലന് കഷ്ടത ഉണ്ടായെങ്കിൽ, പൗലോസ് അപ്പോസ്തലന് പട്ടിണി ഉണ്ടായെങ്കിൽ, പൗലോസ് അപ്പോസ്തലന് ഹല്ലേലൂയ അടി കിട്ടിയെങ്കിൽ ഇത് ക്രിസ്തു നിമിത്തം എല്ലാവർക്കും ഉണ്ടാകാം. ഹല്ലേലൂയ. കാരണം പൗലോസിനെ മാത്രമേ നമുക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ എടുത്ത് നോക്കും. കർത്താവ് യേശുക്രിസ്തു കഷ്ടങ്ങളിലൂടെയാണ് ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു കടന്നു പോയത്. അപ്പൊ എല്ലാവരും കർത്താവ് യേശുക്രിസ്തു കഷ്ടം സഹിച്ചത് നമുക്ക് ഇനി കഷ്ടം സഹിക്കേണ്ടെന്ന് കർത്താവ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ലോകത്തെ കഷ്ടമുണ്ട്.
നമ്മൾ നിൽക്കുന്ന ഈ ലോകത്തിൽ അതാരും മറന്നു പോകരുത്. ഹാലേലുയ. ഈ ലോകത്ത് നിൽക്കും, ലോകവും അതിന്റെ മോഹം, അത് ലോകം നമ്മളെ പകയ്ക്കും. കാരണം യേശുവിനെ പകച്ചെങ്കിൽ നമ്മളെയും പകയ്ക്കും. നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ഹാലേലുയ, അവന് ഹാലേലുയ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ, ഇപ്പൊ നമ്മള് പണ്ടൊക്കത്തെ കാലത്ത് നേരിട്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്തെങ്കിൽ ഇന്ന് ആത്മമണ്ഡലത്തിൽ നമ്മളോട് എന്നും പോരാട്ടമാണ്, എന്നും യുദ്ധമാണ്. ഹാലേലുയ. അത് ഹാലേലുയ. ആരും മന്ത്രവാദം ഞാൻ ആഭിചാരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൈശാചിക മണ്ഡലമുണ്ട്. ആ ഒരു വാർഫെയർ, ആമേ ആ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് അറിയാത്തവരായി പോകരുത്. പക്ഷെ എനിക്ക് എന്റെ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ദൈവം, എനിക്ക് ഇന്നലെ ജോളി ആന്റിക്ക് കൊണ്ട് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ജോളി ആന്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചിരി വന്നു. കാരണം ജോളി ആന്റി വീട്ടിൽ മെനഞ്ഞാന്ന് വന്ന് കാലയില്ല വാടക വീട് ചോദിച്ചു വന്ന അവരുടെ പേര് ഇന്നലെ രാവിലത്തെ പ്രാർത്ഥനയെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അപ്പൊ ആദ്യം അറിയില്ല പറഞ്ഞ് പെട്ടെന്ന്, അയ്യോ ഇന്നലെ ഇവിടെ ഒരു കൂട്ടർ നമ്മുടെ വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നായിരുന്നു, അവരുടെ പേരാ ഇത് സിസ്റ്റർ എന്ന്. അപ്പൊ ഞാനൊക്കെ ദൈവം എത്ര ശ്രദ്ധ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദൈവത്തിന് ഇത്രയും, ചിലപ്പോഴൊക്കെ തോന്നും, എനിക്ക് അതിശയം തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ദൈവം, കോടാനുകോടി ജനങ്ങൾ, ഇത്രയും ജനങ്ങളുടെ എല്ലാ ഇപ്പൊ ജാതികളാകട്ടെ ദൈവമക്കളാകട്ടെ സകലരും ജനങ്ങൾ മാത്രമല്ല പക്ഷികളും മൃഗങ്ങളും എല്ലാം ഈ ദൈവത്തോട് ദൈവം അവരുടെ എല്ലാ കുറിച്ചും അറിയുന്നു. ഹാലേലിയ. ദൈവം തന്നെ പറഞ്ഞിട്ടല്ലേ, ആറ്റിലെ മത്സ്യങ്ങൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കും എല്ലാത്തിനും ഹാലേലിയ ഭക്ഷണവും ഭംഗി എല്ലാം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ ഹാലേലിയ, ആ ദൈവം സകലത്തെയും അറിയുന്ന ദൈവം, പ്രകൃതിയെ മൊത്തം നിയന്ത്രിക്കുന്ന ദൈവം. ഇത്രയും ജനമുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഒന്നുമില്ലാത്ത നമ്മുടെ ഓരോരുത്തരും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. ആ ദൈവത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഹാലേലൂയ, ദൈവം ഒരു കാര്യം, നമ്മളൊരു കാര്യം അങ്ങനെ ഭാരപ്പെട്ടൊക്കെ ഇരിക്കുമ്പം ദൈവം ഒരാളോട് സംസാരിക്കുക, നീ എന്തിനാ ഭാരപ്പെടുന്നത്, ഇന്നതല്ലേ വിഷയം. അപ്പോഴൊക്കെ ഞാനൊക്കെ ആലോചിക്കാറുണ്ട്. നമ്മൾ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ, പക്ഷെ ദൈവം അത് അപ്പൊ തന്നെ അത് ഹാലേലൂയ നമ്മളെക്കുറിച്ച് ദൈവം അത് അറിയുന്നു എന്നുള്ള ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ കഷ്ടങ്ങളിലൂടെ ഇവിടെ പറഞ്ഞ ക്രിസ്തു നിമിത്തം ഞാൻ ബന്ധനത്തിലായിരിക്കുന്നു. എന്റെ ബന്ധനം ക്രിസ്തു നിമിത്തമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ബന്ധനം എങ്ങനെ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തെ കഷ്ടതയാണ്. കഷ്ടത വെച്ചാൽ പലപ്പോഴും നമുക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ജയിലിനുള്ളിലായിരിക്കത്തില്ല. മറ്റുള്ളവർ നോക്കുമ്പം പൗലോസ് അപ്പോസ്തലൻ കടന്ന പോലെ ഈ ലോകത്തിന്റെ ഒരു കാരാഗൃഹത്തിനുള്ളിലല്ല, പക്ഷേങ്കില് ആ ഒരു അനുഭവത്തിലാണ് നമ്മൾ പലപ്പോഴും. ഹല്ലേലൂയ. ആത്മീയമായിട്ട് ആത്മമണ്ഡലത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൗതിക മണ്ഡലം നോക്കുമ്പോഴൊക്കെ നമ്മൾ അതേ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഓടി പോകാനോ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ സ്വാതന്ത്ര്യത്തോട് ചില കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളും കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ തന്നെയാ. ഹല്ലേലൂയ. ഇപ്പൊ ഒരു കാര്യത്തേക്ക് ഇപ്പം സപ്പോസ് ഇപ്പൊ മീന സിസ്റ്റർക്ക് തന്നെ പറയാം, ഒരിടത്തേക്കൊന്ന് പോകണമെങ്കിൽ പെർമിഷൻസിന്റെ ആവശ്യമുണ്ട്. ഹാലേലൂയ. അപ്രൂവൽസിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് പെർമിഷന്റെ ആവശ്യമുണ്ട്. ഈ പെർമിഷൻ ആ പെർമിഷൻ ചോദിക്കുന്നവരുടെ ഇഷ്ടത്തിനാണ് അത് പാസ്സാകുന്നത്. ഹാലേലൂയ. ആ കേൾക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ അവിടെയും ഉണ്ട് ആ ഒരു കാര്യം. അപ്പൊ നമുക്കൊക്കെ പല രീതിയിൽ, ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ നാട്ടിലേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ ചെന്ന് പാസ്പോർട്ട് കൊടുത്ത് അവർ ഇത് ചെയ്ത് അങ്ങോട്ട് അപ്രൂവ് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറ്റി വിട്ടാലേ നമുക്ക് അങ്ങോട്ട് പോരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വരുമ്പോൾ അപ്പൊ ഇതിനൊക്കെ ചില സഭകൾ നമുക്ക് വിചാരിച്ചാലും പോരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് അവിടെയും ഇത് നമുക്കറിയാം. നമുക്ക് ചുറ്റും ഒരു മതിൽക്കെട്ടില്ല, ജയിലിൽ ഒരു ചങ്ങലയില്ല, അല്ലെങ്കിൽ ഒരു വാതിലില്ലെന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, പെർമിഷനുണ്ട്, പക്ഷെ നമ്മുടെ സമ്പത്തില്ല. ഹല്ലേലൂയ. നമുക്കിപ്പോ പോകാൻ ഇപ്പൊ നമ്മുടെ ഗേൾ സിസ്റ്റർക്കൊക്കെ ആണ് ചിലപ്പോൾ കൊച്ചി ഡൽഹിയിൽ പോയാൽ ബുദ്ധിമുട്ടാണ്, എനിക്കെന്നാ ഓടി അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്ന്. പക്ഷേ ചിലപ്പോൾ അതിനുള്ള വഴി ഉണ്ടാകത്തില്ല പോകാനായിട്ട്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ആഗ്രഹിക്കുന്ന പോലെ ചില സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പൊ പല പല സാഹചര്യങ്ങളാൽ നമ്മളും ഇതുപോലെ ചില കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇതിനെല്ലാം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ കാണിച്ചത് മാതൃക നമ്മൾ പിന്തുടരണം. പൗലോസ് അപ്പോസ്തലൻ അവിടെ എല്ലാം ആയിരിക്കുമ്പോൾ സന്തോഷത്തോടായിരുന്നു. ക്രിസ്തു നിമിത്തമാണ് ഇതെനിക്കെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ദൈവത്തിന്റെ ശുശ്രൂഷയിലും സുവിശേഷ വേലയൊക്കെ ആയിരിക്കുന്ന അനേകർ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഈ കഷ്ടങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആണ്.
ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് ഇസ്രായേൽ ജനത്തെ പോലെ പെറുപെറുത്തോടെ നമുക്ക് പോകാം, പരാതി പറഞ്ഞുകൊണ്ട് പോകാം, മറുതലിച്ചുകൊണ്ട് പോകാം. ഹാലേലൂയ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹാലേലൂയ അവർ ചിലപ്പം മരുഭൂമി യാത്രയിൽ തന്നെ പെട്ടുപോകാറുണ്ട്. അവരങ്ങ് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാറില്ല. നമ്മുടെ ജീവിതത്തിലും ഹാലേലൂയ നമ്മളും ഇതുപോലെ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്? ഒരു ന്യായാധിപൻ ഹാലേലൂയ നമ്മളെ ന്യായം വിധിക്കാനായിട്ട് വരുമെന്ന് മനസ്സിലാക്കി തന്നെ വേണം. അപ്പം അവരുടെ യാത്രയിൽ പലപ്പോഴും അവർ ഹാലേലൂയ ദൈവത്തോട് മറുതലിച്ച് അവർ വിഗ്രഹാരാധകരായി മാറി. അവർ പരസംഗം ചെയ്തു. ഹാലേലൂയ അവർ ഹാലേലൂയ ദൈവത്തെ അനുസരിച്ചില്ല. ഹാലേലൂയ ഇങ്ങനെയൊക്കെ പലരുടെ പോയിട്ട് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? ബാധ വന്നു. ഹാലേലൂയ എന്താ പറയാ, മരുഭൂമിയിൽ സർപ്പം വന്നു. അങ്ങനെ പലതും വന്നിട്ട് അവര് ഓരോരുത്തർ ഓരോ സമയത്തും ആയിരക്കണക്കിന് ജനമാണ് മരിച്ചു വീണത്. അവർക്ക് ഒരിക്കലും അവിടുന്ന് പുറപ്പെട്ടതില് ആ കുഞ്ഞുങ്ങളില്ലാതെ ബാക്കി ആരും അവിടുന്ന് പുറപ്പെട്ട യാത്രന്ന് പുറപ്പെട്ട അവിടുന്ന് ഇസ്രായേൽ ദേശത്ത് പുറപ്പെട്ട ആർക്കും കനാൻ ദേശത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിൽ 20 വയസ്സിന് മേലെയുള്ള ആകെപ്പാട് മോശയ്ക്കും കാലേബിനും ജോഷുവയ്ക്കും കാലേബിനും അല്ലാതെ ആരും ഇവിടെ എത്തിയതായിട്ട് കാണുന്നില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുക. നമ്മുടെ ഒരു മരുഭൂമി യാത്ര ചെയ്ത് ഹാലേലൂയ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ പറയാം, നമ്മൾ എന്തായാലും നമ്മൾ ഇത് പൂർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ പൂർത്തീകരിക്കുന്ന സമയത്ത് സകലം സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല നല്ലത്. സങ്കടങ്ങൾ വരും, പ്രയാസങ്ങൾ നമ്മളൊക്കെ മനുഷ്യരാണ്, വരും, വിഷമങ്ങൾ വരും. പക്ഷേ ആ വിഷമങ്ങൾ ഒരിക്കലും ഹാലേലൂയ ദൈവത്തോട് മറുതലിക്കുന്നതായി, ദൈവഹിതമില്ലാത്തതിലേക്ക് കൈനീട്ടുന്നതായി മാറരുത്. ദൈവഹിതമില്ലാത്ത രീതിയിലേക്ക് പോകുന്നതായി മാറരുത്. ദൈവത്തെ ഭയമില്ലാത്തതായി മാറരുത്. ഹാലേലൂയ. ഇന്നലെ ആൻമോൾ എന്നെ ഇങ്ങനെ ബൈബിൾ പഠിപ്പിക്കുക എന്നുള്ളത് കൊരിന്ത്യർ ലേഖനത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ നേരത്തെ മുതലേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ ദൈവത്തെ ദൈവത്തെ എൻ്റെ വചനം അനുസരിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കുള്ള നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ, നമ്മൾ ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിൽ നമ്മൾ ഒന്നും ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ അമ്മയോട്, നമ്മുടെ അപ്പനോട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട്, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നമുക്ക് സ്നേഹമാണെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ല. ഇത് തന്നെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാതെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അയ്യോ ഒരു കാര്യം ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുവോ അല്ലെങ്കിൽ വേദനിക്കുവോ എന്ന് നമ്മൾ ആലോചിക്കും ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് ആ പരിശുദ്ധാത്മ വേദനിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യത്തില്ല. കാരണം നമുക്ക് സ്നേഹമുണ്ട്, ദൈവത്തോട് സ്നേഹമുണ്ട്. ഹാലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിച്ചതാണ്. സ്നേഹമാണ് ഏറ്റവും വലുതായിട്ട് ദൈവത്തിന്റെ ഇതിലേക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമെങ്കിൽ ആ ദൈവത്തിനെ നമുക്ക് വേദനിപ്പിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം വന്നാൽ മതി. ദൈവസ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നോക്കും, ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവത്തിന്റെ ഹിതമാണോ, അല്ല ദൈവത്തിനെ വേദനിക്കുമോ എന്ന് ചിന്തിക്കാറുണ്ട്. ഇതില്ലാത്ത ചില മാതാപിതാക്കന്മാർ, നമ്മൾ ചില കുഞ്ഞുങ്ങൾ കാണാത്ത ചില മാതാപിതാക്കന്മാർ അടുത്തില്ലെങ്കിലും അവര് തെറ്റ് ചെയ്യത്തില്ല. കാരണം അവര് പറയും, അവരുടെ മനസ്സിൽ ഇപ്പം എന്താന്ന് വെച്ചാൽ എൻ്റെ അപ്പനോ അമ്മയോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കുമെന്ന് വരും. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. കാരണം അവർക്ക് മാതാപിതാക്കൾ വേദനിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ താല്പര്യമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. ഇതുപോലെ തന്നെയാണ്. കർത്താവ് എവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ കാണുന്നേ കാണത്തില്ല, മിക്കരുടെ വിചാരം ഒന്നും കാണുന്നില്ലെന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കുന്നതിനും പറയുന്ന ആളാണ് കർത്താവ്. അപ്പൊ ആ ദൈവത്തെ നമ്മൾ ദൈവത്തെ പൊട്ടനാക്കാന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് അപ്പൊ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തെ ഭയത്തോട് തന്നെ ഭയപ്പെടാന്ന് വെച്ചാൽ ഭയത്തോടായിരിക്കില്ല, ഞാൻ പറയാം, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയമായിരിക്കണം. കർത്താവിന് വേദനിക്കുക. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സന്തോഷത്തോടെ ഇവിടെ പറയുന്ന, എന്റെ ബന്ധനങ്ങളും സുവിശേഷത്തിന്റെ പ്രതിപാദന സ്ഥിരീകരണത്തിനും ഞാൻ പൂർണ്ണ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്ന, അങ്ങനെ നിങ്ങൾ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്ന എനിക്ക് ന്യായമല്ലോ. അപ്പം ബന്ധന സമയത്ത് പോലും സുവിശേഷഘോഷത്തിന് ഇവരെക്കുറിച്ച് വിചാരിക്കുകയും അവരെക്കുറിച്ച് സ്തോത്രം ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുന്ന പൗലോസ് അതെല്ലാം ന്യായമെന്ന് പറഞ്ഞിട്ട് ആ ന്യായമാണെന്ന് പറഞ്ഞ് ക്രിസ്തുവേശന്റെ. എന്നിട്ട് അടുത്ത് പറഞ്ഞ 8-ാം വാക്യം പറഞ്ഞ, ക്രിസ്തുവേശന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. അപ്പൊ ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ ആ കർത്താവിന്റെ മനസ്സലിവ്, കർത്താവിന്റെ സ്നേഹം, ആമേ, നമ്മുടെ കർത്താവിന്റെ ഞാൻ നമ്മളുടെ സുവിശേഷങ്ങളൊക്കെ വായിച്ചു നോക്കി, ഞാൻ കർത്താവിന്റെ ആമീൻ ഭൂമിയിലെ 3.5 വർഷക്കാലത്തെ ജീവിത കാലഘട്ടത്തെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങൾ നമ്മൾ കാണുന്നിടത്ത് കർത്താവ് ഒരിക്കലും കർത്താവ് സൂപ്പർ നാച്ചുറൽ ആകാൻ വേണ്ടിയിട്ടല്ല ഒരു മിറക്കിൾ പോലും ചെയ്തേക്കുന്നത്.
കർത്താവ് എല്ലായിടത്തും ഹാലേലൂയ അവരെ കണ്ട് മനസ്സലിഞ്ഞിട്ട്, അവരോട് ദയ തോന്നിയിട്ട്, അവരോട് സ്നേഹം തോന്നിയിട്ട് ഹാലേലൂയ കർത്താവ് ഹാലേലൂയ അവിടെയൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക ചെയ്ത് ഹാലേലൂയ. അപ്പൊ അവിടെയൊക്കെ ആ കർത്താവിന്റെ മനസ്സലിവാണ്. അത് നമുക്കുണ്ടാകണം. ആ ആർദ്രത നമുക്കുണ്ടാകണം. ഒരാളുടെ സങ്കടം കേൾക്കുമ്പോ, ഒരാളുടെ വിഷമം കേൾക്കുമ്പോ ഹാലേലൂയ നമ്മുടെ ഉള്ളത്തിൽ ഒന്ന് ഒന്ന് ഹാലേലൂയ അതൊന്ന് വേദനിക്കണം കാരണം നമ്മളിപ്പോ ഓൺലൈനിൽ കൂടെ തന്നെ പ്രയർ റിക്വസ്റ്റിന് എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ ആ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഹാലേലൂയ നമ്മുടെ കൂടെ അതിലെ ഇതിലേക്ക് നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ കയറാത്ത ആൾക്കാരുടെ എന്തോരം ആൾക്കാർക്ക് വേണ്ടി ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പം ഒരു മനസ്സലിവുണ്ട്. കാരണം നമ്മൾ അതുപോലെ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുന്ന ആൾക്കാരെ ഇപ്പം ഞാൻ പല ആൾക്കാരും പറയുന്നുണ്ട്, വിശക്കുന്നവനല്ലേ വിശപ്പിന്റെ വില അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ചില കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ചില ശോധനയിലൂടെ ഒക്കെ ദൈവം കടത്തിവിടുന്ന കാര്യം എന്താ വെച്ചാൽ, നാളെ മറ്റുള്ളവരുടെ കഷ്ടം അറിയുന്ന സമയത്ത് ഇപ്പം ഇന്നലെ ഒരു ദൈവദാസൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കുഞ്ഞുങ്ങൾക്കില്ലാത്തവർക്കുണ്ട് ഞാൻ എവിടെ എന്ത് കേട്ടാലും പോയി കാരണം ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളില്ലാതെ ചിലപ്പം വർഷങ്ങളോളം പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കിട്ടുന്നവർക്കാണ് ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ വേദന. അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മനസ്സിലാകത്തില്ല കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദന. അപ്പൊ അതില്ലാത്തവർക്കാണ് അതിന്റെ വേദന. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പോഴത്തേനും പ്രാർത്ഥിപ്പിക്കും. പണ്ട് ദൈവം എന്നോട് പറഞ്ഞിരുന്നൊരു ഞാൻ വിശ്വാസം സമയത്ത് പറഞ്ഞു, നിന്നെക്കൊണ്ട് അനേക കുടുംബങ്ങളെ പണിയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവേ എനിക്കൊരു കുടുംബമല്ല പിന്നെ എങ്ങനെയാ ഞാൻ മറ്റു കുടുംബങ്ങളെ പണിയുന്നത് വെച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത്, കാരണം നിനക്കതിന്റെ വേദന എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ. അപ്പൊ ആ വേദന അറിയുന്നവർക്ക് അത് ഹല്ലേലൂയ പണിയാൻ പറ്റും. അപ്പൊ ഞാനിപ്പോഴും ഹല്ലേലൂയ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ എൻ്റെ അടുത്ത് പലതും വരുന്ന സമയത്ത് ഞാൻ ആദ്യം പ്രാർത്ഥിക്കും, കർത്താവേ അപ്പം അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഞാനും തന്നെ ഇത് ചില സമയത്ത് ഇവിടെ കൗൺസിലിംഗ് പോലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി 12:30 വരെയൊക്കെ ഇരുന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ആരും പിരിഞ്ഞു പോകരുതെന്ന്. ആരും പിരിഞ്ഞു പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമാണ് രണ്ടാകാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. രണ്ടായി കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിന്റെ ഇപ്പൊ ഞാൻ പറയാം, എത്ര ഇതെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, ഒരു ഹല്ലേലൂയ രണ്ടാനപ്പൻ രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാമത് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും ഹല്ലേലൂയ ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു 99% അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് നല്ല രീതിയിൽ പോയി. പക്ഷെ പലരും പിന്നീട് എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, രണ്ടാമത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇനി ഇതെങ്ങനെ പിരിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് ജീവിച്ചു പോവുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും ഞാൻ പറയാ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ സോൾവ് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിൽക്കുന്നവർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ്. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ സ്നേഹിക്കാനാണ്. സ്നേഹിക്കാനാണെങ്കിൽ സ്നേഹത്തിന് 13-ാം അധ്യായം കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം എടുത്ത് വായിച്ചറിയാം സ്നേഹത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. സ്നേഹത്തിന് എന്തൊക്കെ കഴിവുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ വിഷയം അതല്ല എങ്കിലും ഞാൻ പറഞ്ഞു വന്നപ്പോ അവിടെ ഒന്ന് വായിച്ചിട്ട് പോകാന്ന് വിചാരിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തെ സന്തോഷിക്കും, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശം മാത്രം നാം അറിയുന്നു, അംശം മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ സ്നേഹത്തിന് എന്തൊക്കെ സ്വഭാവമുള്ള അപ്പൊ ദീർഘമായി ക്ഷമിക്കാൻ പറ്റുന്നു. അല്ലേ? ദൈവത്തിന്റെ സ്വഭാവമായ ദീർഘക്ഷമ. സ്നേഹമുള്ളിടത്ത് ദീർഘമായി ക്ഷമിക്കാൻ പറ്റും. ഒരു പ്രാവശ്യമല്ല. പത്രോസ് ചോദിച്ചു, കർത്താവ് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അപ്പൊ 7 പ്രാവശ്യം. കർത്താവ് 7 70 പ്രാവശ്യം ക്ഷമിക്കും. എന്ന് വെച്ചാൽ 7 into 70 അല്ല. ഹല്ലേലൂയ. 7 റേസ് ടു 70 ആണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ 7 പ്രാവശ്യം. അപ്പൊ അത്രയും പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേന് ഹല്ലേലൂയ എത്ര പ്രാവശ്യം നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ദീർഘമായി ക്ഷമിക്കുന്നു. ഇവിടെ പറയുന്നത് സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമ. അപ്പൊ എന്താ വെച്ചാൽ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ കോംപ്രമൈസ് ആകാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവിടെ അത് ഉണ്ടായാൽ മാത്രം മതി. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞേക്കുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇത് ആരുടെ ജീവിതത്തിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ എല്ലാം അതിന് പരിഹാരമുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു വരാം ഫിലിപ്പിലേത്. അപ്പൊ
ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളിൽ വിവേചിപ്പാറാകണമെന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മല ഇടർച്ചയില്ലാത്തതും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിന്റെ നീതിഫലം നിറവേറുമായി തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെ, അവിടെ പറയുന്നേ അല്ലെ, ദൈവം അല്ല, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. ദൈവം നമുക്ക് തന്നേക്കുന്ന സ്നേഹം, ഹല്ലേലൂയ, നമുക്ക് മറ്റുള്ള സ്നേഹം, പക്ഷെ നമ്മുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ച് എങ്ങനെ വർദ്ധിച്ച? പരിജ്ഞാനത്തിലായിരിക്കണം വർദ്ധിച്ചു വേണ്ട. ഏത് ദൈവിക പരിജ്ഞാനത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നറിയാ, ലോകത്തിന്റെ സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹം ഇപ്പം നമ്മള് സഹോദരൻ എന്നൊക്കെ കുറെ ഇപ്പം ഒരാണും പെണ്ണും കൂടെയുള്ള സ്നേഹമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ നിറം മാറി തുടങ്ങും. മനസ്സിലായല്ലേ? ആ സഹോദര ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇത് വേറെ എന്തിലോട്ടെങ്കിലൊക്കെ ഡൈവേർട്ട് ആയി തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ സ്നേഹം കരുതുക. അപ്പൊ അത് വർദ്ധിച്ചു വേണം. എങ്ങനെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാന സ്ഥല വിവേകത്തിലും വർദ്ധിച്ചു വരണം. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും ദൈവത്തിന്റെ വിവേകത്തിലും ആയിരിക്കണം നമ്മളിലുള്ള സ്നേഹം വർദ്ധിച്ചു വരേണ്ടുന്നത്. ഇന്ന് പണ്ടൊക്കെ ആണും പെണ്ണും എന്ന് പറയുന്ന ജീവിതത്തിൽ തന്നെ മറ്റൊന്ന്, പക്ഷെ ഇന്ന് പെണ്ണും കൂടെ ആണെങ്കിൽ പോലും അവരുടെ സ്നേഹത്തിന്റെ കളർ മാറുക. അല്ലെ, നമ്മൾ ജീവിക്കുന്ന സമൂഹം അതാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പൗലോസ് എടുത്തു പറഞ്ഞ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചത് എങ്ങനെ വർദ്ധിക്കണ്ടേ? അത് പരിജ്ഞാനത്തിലും വിവേകത്തിലും വേണം വർദ്ധിച്ചു വരാനായിട്ട്. അപ്പൊ നമ്മൾ ഹല്ലേലൂയ സ്നേഹിക്കാം. അപ്പൊ സ്നേഹത്തിന് അളവില്ലാതെ സ്നേഹം, പക്ഷെ ആ സ്നേഹം എപ്പോഴും ദൈവത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിനുള്ളിൽ നിന്നായിരിക്കണം. അല്ലെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിനുള്ളിൽ നിന്നാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം എത്ര വർദ്ധിച്ചാലും ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ ഹല്ലേലൂയ കളറ് മാറരുത്, അല്ലെങ്കിൽ ഇത് എന്താ പറയാ, ആ സ്വഭാവം മാറരുത്. എനിക്ക് വീണ സിസ്റ്ററോട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഹല്ലേലൂയ, ശരീരത്തിന്റെ അവയവമാകുന്ന ആ ശരീരത്തിന്റെ അവയവം എന്നുള്ള സ്നേഹത്തെ പോലെ തന്നെയായിരിക്കണം എനിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹോദരനോട് തോന്നുന്ന സ്നേഹം അങ്ങനെ തന്നെ ആകാവുള്ളൂ. ഹല്ലേലൂയ. അതും ശരീരത്തിന്റെ അവയവമാണ് നമ്മൾ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവത്തിനോട് നമ്മൾ ഹല്ലേലൂയ, ഒരേ ശരീരത്തിന്റെ പല അവയവങ്ങൾ, ആ സ്നേഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് എത്ര നാള് കഴിഞ്ഞാലും എത്ര വലിയ സ്നേഹം വന്നാലും ആ സ്നേഹത്തിന് ഹല്ലേലൂയ ഈ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സ്നേഹിക്കാൻ പാടുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ക്രിസ്തു അതുകൊണ്ട് ഇന്ന് പലപ്പോഴും പലയിടത്തും നമ്മൾ കേൾക്കുന്ന പല ഗോസിപ്പുകളും പല കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിജ്ഞാനം ഇല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് സ്നേഹിക്കുകയാണെങ്കിൽ, ആ വിവേകത്തിൽ നിന്ന് സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ഹല്ലേലൂയ, ആ സ്നേഹത്തിന് ഹല്ലേലൂയ അവിടെ ബന്ധനം വരുത്തില്ല, മറ വരുത്തില്ല. ഹല്ലേലൂയ, അത് എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഹല്ലേലൂയ. ഇത് മാറിപ്പോലും. ഇതിപ്പോ ഇപ്പൊ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന സകല മനുഷ്യർക്കും ഇത് വേണം. കാരണം ദൈവനാമം ദുഷിക്കപ്പെടുവാനുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാകില്ല. കാരണം പൗലോസ് അപ്പോസ്തലനോട് നമുക്കറിയാം, റോമാലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു ശുശ്രൂഷയെ സഹായിച്ചുകൊണ്ട്. ഹല്ലേലൂയ. പൗലോസിന് യൂറോപ്യൻ അവിടേക്ക് ചെന്ന സമയത്ത് ആദ്യമായി കൈക്കൊള്ളുന്ന ലുദിയ എന്ന രക്താംബര കച്ചവടക്കാരി ലുദിയ, അവളുടെ ഹൃദയത്തെ ദൈവം തന്നപ്പോൾ അവളുടെ വീടിന്റെ വാതിലാണ് തുറന്നു കൊടുത്തത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിനൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിജ്ഞാനവും വിവേകവും ഉണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവിന്റെ കൂടെ ഏറ്റവും കൂടുതൽ നടന്ന സ്ത്രീകൾ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത് പറയുന്ന മഗ്ദലക്കാരത്തി മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവദാസൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ മറിയയൊക്കെയാണ് ഹല്ലേലൂയ ഏറ്റവും ദൈവത്തിന്റെ കർത്താവിനെ ശിഷ്യന്മാരെ കാട്ടി ഹല്ലേലൂയ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവം കൊടുത്ത് കാണുക. അവളുടെ ഹല്ലേലൂയ ഹൃദയം അതുപോലെയായിരുന്നു. കർത്താവിനെ രണ്ടിടത്ത് എന്താ പറയാ, സുഗന്ധ തൈലം പൊട്ടിച്ചൊഴിക്കുന്നിടത്ത് കാണുന്നത് രണ്ടിടത്തും ഹല്ലേലൂയ. അപ്പൊ അഭിനയാസ്ത്രീ എന്നൊക്കെ മറിയുന്ന, അപ്പൊ അത് മഗ്ദലക്കാരത്തി മറിയ കാരണം അവിടെ അവള് വന്നിട്ട് കാലിൽ ഹല്ലേലൂയ ശീമോന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ശീമോൻ കാല് കഴിയാൻ വെള്ളം കൊടുത്തില്ല. ഹല്ലേലൂയ. അവള് വന്നിട്ട് അവളുടെ കണ്ണുനീര് കൊണ്ട് കാല് കഴുകി. സ്ത്രീകളെ ഏറ്റവും അലങ്കാരവും ഇതായിരിക്കുന്ന മുടിയുണ്ട്, തലമുടിയുണ്ട്, അവൾ തുടച്ച് ഹല്ലേലൂയ വെങ്കൽ ഭരണി പൊട്ടിച്ച് ആ തൈലം പൂശി, പരിമള തൈലം പൂശി. അപ്പൊ എനിക്ക് അതിനെക്കാട്ടിയൊക്കെ 2 പ്രാവശ്യം ഇത് ചെയ്തതിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ഹല്ലേലൂയ കല്ലറ. അപ്പൊ കല്ലറയിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയത്ത് എല്ലാവരും ചെന്ന് എത്തി നോക്കിയിട്ട് മറിയ പക്ഷെ പോകാൻ തയ്യാറായിരുന്നു. മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. ഈ കരഞ്ഞുകൊണ്ട് നിന്ന മറിയെ
സ്വർഗത്തിലേക്ക് ഹാലേലിയ ആമേ ഒരു വലിയ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകേണ്ട കർത്താവ് യേശു എന്ന് വെച്ചാൽ കർത്താവ് യേശു ഒരിക്കലായിട്ട് ആമേ ആ രക്തം കൊണ്ട് ഹാലേലിയ സ്വർഗത്തിൽ ഹാലേലിയ കൃപാസനത്തിൽ തളിക്കണ കർത്താവ് യേശു രക്തം സാധാരണ പുരോഹിതന്മാർ ചെയ്യുന്നത്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു പാതാളത്തിലേക്ക് പോയി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് അതിന് ശേഷം ഈ സ്വർഗത്തിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തു മറിയ നിന്ന് കരയുന്ന കാണുന്നത്. ഹല്ലേലൂയ. അവൾ വന്നത് ദേ ഭർത്താവിനെ പൂശാനുള്ള തൈലമൊക്കെ സ്വന്തം തൈലമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അവിടേക്ക് കാല് വെച്ച കർത്താവ് തിരിച്ച് മറിയടുക്കലേക്ക് വന്നു. എന്നിട്ട് മറിയോട് പറയുന്നൊരു ഭാഗമാണ്, എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ കയറി പോയിട്ടില്ല. കാരണം അതിനു മുമ്പ് ആരെയും കാണാനോ ആരെയും തൊടാനോ അനുവാദമില്ല. എന്നിട്ടും മറിയയുടെ കണ്ണുനീര് കണ്ടപ്പോൾ കർത്താവ് ആ യാത്രയൊന്ന് ഡൈവേർട്ട് ചെയ്തു. ഹാലേലിയ. അപ്പൊ അത് എത്ര സ്നേഹം കൊണ്ടാ, അവളുടെ ആ മനസ്സ് എത്രത്തോളം ഹാലേലിയ അത് ദൈവം തിരിച്ചറിഞ്ഞിട്ടാ. ഇതുപോലെ നമുക്ക് വേണ്ടി കർത്താവ് ഹാലേലിയ ആമേൻ ചില കാര്യങ്ങളൊക്കെ ഹാലേലിയ അത്രത്തോളം മറിയയ്ക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി ഹാലേലിയ ആമേ മറിയയുടെ ഹൃദയം അതുപോലെ ദൈവത്തെ സ്നേഹിച്ച് ഞാൻ അവിടെ എപ്പോഴും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത്ഭുതം ചെയ്യുന്ന യേശുവിനെ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ സാധിച്ചെന്ന് യേശുവിനെ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഹാലേലിയ നമ്മുടെ ആമേ ഹാലേലിയ എന്തെങ്കിലുമൊക്കെ ആമേ ഹാലേലിയ ചെയ്യാൻ കഴിയും, നമ്മളെ സ്നേഹിക്കുന്നൊക്കെ യേശു. പക്ഷേ മറിയ അവിടെ സ്നേഹിച്ചത് ഹാലേലിയ അവിടെ എന്ന് പറയുന്നത് ശവമാണെങ്കിലും മതി, എവിടെ വെച്ചതെന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണം. അപ്പൊ ഇനി ഒരു അത്ഭുതവും ചെയ്യാൻ കഴിയാത്തില്ലെങ്കിലും ഇനി എനിക്ക് ആ യേശുവിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ യേശുവിനെ അല്ലെങ്കിൽ കിട്ടിയാൽ മതി. എല്ലാവർക്കും വല്ലതും തരുന്ന യേശുവിന് മതിയെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ മറിയ പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞാലും കുഴപ്പമില്ല. ആ ശവം എവിടെയാ നീ വെച്ച, ആ ബോഡി എവിടെ ഇരിക്കുന്നു പറ, ഞാൻ പോയി എടുത്തോണ്ട് പോകണം. ഹല്ലേലൂയ. ആ സ്നേഹം നമുക്കൊക്കെ എന്നും യേശുവിനോട് എന്താ പറയാ, എന്നും രാവിലെ കുത്തിരി പ്രാർത്ഥിക്കെടുക്കുകയും ചെയ്യുന്ന കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിടുവയ്ക്കും, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കുടുംബത്തിലുള്ളവരെ കൂടെ രക്ഷിക്കും. ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോഴും ആ ഒരു യേശുവിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റുമോ? കർത്താവ് യേശു ക്രിസ്തു പറയണം, ഞാൻ ഇനി ഒരു 5 വർഷത്തേക്ക് ഞാൻ ആർക്കും വേണ്ടി ഒന്നും ചെയ്യുന്നത്, ഞാൻ അത്ഭുതങ്ങളെല്ലാം നിർത്തിവെച്ച് ആരുടെയും പ്രാർത്ഥന വിഷയങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല കേട്ടോ, ഞാൻ ഇനി 5 വർഷം അങ്ങ് റെസ്റ്റ് എടുക്കാൻ പോവാം എന്ന് പറഞ്ഞ് എത്ര പേര് യേശുവിനോട് പ്രാർത്ഥിക്കും? ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു അവിടുന്ന് സ്വർഗത്തിൽ നിന്നൊരു ഹാലേലിയ ഒരു ലെറ്റർ അങ്ങോട്ട് അയക്കുക എല്ലായിടത്തേക്കും. ഹാലേലിയ ഒരു വിളംബരം പ്രഖ്യാപിക്കുകയാണ്. ഹാലേലിയ എല്ലായിടും ദൂതന്മാരിറങ്ങി അറിയിക്കാം. കർത്താവ് യേശു ക്രിസ്തു അറിയിച്ചിട്ടുണ്ട്, ഇനി അടുത്ത 5 വർഷക്കാലത്തേക്ക് ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്നതല്ല, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോലെ, ഞാനൊന്ന് ഉറങ്ങാൻ പോലെ, അല്ലെങ്കിൽ ഞാനൊന്ന് മാറിയിരിക്കാൻ പോവാണ്, ഞാനൊന്ന് പോസ്റ്റ് പ്രാർത്ഥിക്കാൻ പോകാന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഹാലേലിയ. എത്ര പേര് ഹാലേലിയ യേശുവിനോട് പ്രാർത്ഥിക്കും, യേശുവിന് മുമ്പിൽ സമയം സ്പെൻഡ് ചെയ്യും? എത്ര പേര് ഹാലേലിയ വചനം വായിക്കും, പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും? ഇപ്പൊ ചെയ്യുന്നതിനെക്കാട്ട് ഹാലേലിയ അളവ് കൂടുമോ കുറയുമോ? നമ്മളതിനെ പറയും, ചില പാസ്റ്റേഴ്സൊക്കെ ഇപ്പൊ പറയുകയാണെന്ന് ഇരുന്നോട്ടെ, ഒരു 40 ദിവസം ഞാൻ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ആരുടെയും വിഷയങ്ങളൊന്നും പ്രാർത്ഥിക്കാതെ ഒരു മീറ്റിംഗ് പോലും എടുക്കാതെ ഞാൻ മാറിയിരുന്ന് എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ആരെങ്കിലും ആ 40 ദിവസമെങ്കിലും പാസ്റ്റർ അന്വേഷിച്ച് പോവോ? വീട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ, അല്ല സഭയിലേക്കൊന്ന് പോയി നോക്കട്ടെ, ആ പാസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഒരാലോചന ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പോവോ? പോകത്തില്ല. കാരണം പുള്ളി അവിടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് already. ഇതുപോലെ യേശു കർത്താവ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കും? ചിന്തിച്ചു നോക്കണം. ഇന്ന് എല്ലാവരും ഉറക്കം കഴിഞ്ഞു. നമ്മൾ കുത്തിപ്പിടിച്ചൊക്കെ ദൈവസന്നിധി വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഈ സ്പെൻഡ് ചെയ്യുന്നതൊന്നും പാഴല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ. ആമേൻ. ഏത് നമ്മുടെ കഷ്ടതയിലും നമ്മുടെ സമൃദ്ധിയിലും നമുക്ക് നന്മയുള്ളപ്പോഴും നമുക്ക് തിന്മ വരുമ്പോഴും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം. ഒരുപോലെ നമ്മുടെ മനോഭാവം മാറാതെ ഹാലേലിയ ആമേ കർത്താവിനുള്ള സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും പുകഴ്ചയും ആമേ സ്തുതിയും മഹത്വവും ഒക്കെ കൊടുക്കാൻ കഴിയണം. കഷ്ടങ്ങളും നമുക്ക് കർത്താവിനെ ഉയർത്താൻ കഴിയണം, കർത്താവിന് വേണ്ടി നിൽക്കാൻ സന്തോഷിക്കാൻ കഴിയണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം നല്ലവരുടെ അനുഭവത്തിൽ നല്ല പഠിപ്പിച്ചത് സ്വന്തം അനുഭവത്തിൽ തന്നെയാണ് സംസാരിച്ചത്. കാരാഗ്രഹത്തെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കൂടുതലോട് പറയാം, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരാളും കേട്ടോ, ഈ കാരാഗ്രഹത്തിൽ വിഷമിക്കേണ്ട കേട്ടോ, നിങ്ങൾ സന്തോഷിക്കുക കേട്ടോ. കർത്താവ് യേശുക്രിസ്തു പറയാം, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് നിങ്ങൾ സന്തോഷിപ്പെന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാം. കാരണം കാരാഗ്രഹത്തിൽ കിടക്കുന്ന അദ്ദേഹമല്ലേ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കടന്ന് ചങ്ങല ധരിച്ചുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ ആ അനുഭവത്തിൽ അതിൽ പുറത്ത് വന്ന പലരും പറഞ്ഞു ഞങ്ങൾ കാരാഗ്രഹത്തെ അപ്പം അവിടെ ചെന്ന് ജയിൽ മിനിസ്റ്റർ ചെയ്ത് സന്തോഷമാണെന്നൊക്കെ. പക്ഷേ എത്ര പേരൊക്കെ ശരിയോടെ അവിടെ സന്തോഷമാണ് ഞാൻ പറയും. അതിനകത്ത് കിടന്നുണ്ട് അയ്യോ ഞാൻ കാരാഗ്രഹത്തിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ ജയിലിലാണ്, അല്ലെങ്കിൽ കഷ്ടത്തിലാണ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല.
കാരണം അവിടെ ആയിരിക്കുമ്പോഴും ആ കിട്ടിയ അവസരം സന്തോഷത്തോട് വിനിയോഗിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നേക്കുന്ന എത്രയോ മിഷണറിമാർ വന്നിട്ട് അവരെ ജീവൻ പോലും ഇവിടെ കൊടുത്ത് അവരെ രക്തസാക്ഷികളായി എത്രയോ പേര് അവരൊക്കെ കരഞ്ഞുകൊണ്ടൊന്നുമല്ല, അവരവർക്ക് നല്ല പൊസിഷനിൽ ഇരുന്നപ്പോഴും നല്ല ജോലിയിലും ഒക്കെ ഇരിക്കുമ്പോഴും അതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് അതെല്ലാം വിറ്റിട്ട് ഹല്ലേലൂയ ഞാൻ ഈ ഇടയ്ക്ക് ദിവസം വേണുപ്പാസ് ചർച്ചിലൊരു വളരെ ചെറുപ്പക്കാരനായ ഒരു ദേവദാസരെ കണ്ട്. അദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിൽ എന്തായിരുന്നു ജോലി. ഹല്ലേലൂയ. അത്രയും വലിയ പൊസിഷൻ, നമുക്കറിയാം എത്ര ലക്ഷങ്ങളായിരിക്കും അവിടുത്തെ ഒരു മാസം സാലറി എന്ന് എല്ലാവർക്കും അറിയാം. ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങിയ വളരെ ചെറുപ്പം, കണ്ടു കഴിഞ്ഞാൽ 10-25 വയസ്സ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹം അപ്പം അതാണ് ശരിക്കും പറഞ്ഞത്, നമ്മളൊക്കെ വല്ലതും കിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവരുള്ളത് കളഞ്ഞിട്ട് ഇറങ്ങും. ഹല്ലേലൂയ. രണ്ടും വ്യത്യാസം അതാണ്. മലയാളികൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മലയാളികൾ പലപ്പോഴും വല്ലതും കിട്ടാൻ വേണ്ടി ദൈവസന്നിധി ഇരിക്കുമ്പം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പം അവർ നേരെ തിരിച്ച് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും കളഞ്ഞിട്ട് അവർ ദൈവത്തെ സേവിക്കാൻ. റെയ്നാർഡ് ബോങ്കയെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കും. റെയ്നാർഡ് ബോങ്ക ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ നിന്ന് ജനത്തെ നേടിയതാ. അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്ന് ഹല്ലേലൂയ ആ ഇരുണ്ട വർഗ്ഗക്കാരുടെ ഇടയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ പോയി അദ്ദേഹം. കർത്താവ് ദൈവം പറഞ്ഞെടുത്ത് പോയി മിനിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തു. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ പറഞ്ഞു പ്രസംഗിച്ചു. ഹോൾ എടുക്കാൻ പറഞ്ഞു എടുത്തു. ആദ്യത്തെ ആ മീറ്റിംഗിൽ 13 പേര് മാത്രം വന്ന് കയറിയപ്പോഴത്തേന് അദ്ദേഹം വിഷമിച്ച്, ദൈവമല്ലേ ഒരു വലിയ ഹോളൊക്കെ എടുത്തിട്ട് തുടങ്ങിയ മിനിസ്ട്രിയിലൊക്കെ പിന്നെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ഇവരെ സ്നാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹം പറയാണ്, ഞാൻ വെള്ളക്കാരനാണ്, ഞാൻ കറുത്തവരുടെ ഇടയ്ക്കിൽ പോകത്തില്ല, ഞാൻ നല്ല 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 എന്താ പറയാ സകല സൗകര്യങ്ങളുള്ള രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. പട്ടിണിയും ഒരു കൾച്ചറും ഇല്ലാത്ത ആഫ്രിക്കൻസ് ഇടയിലേക്ക് ഞാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലോ. ഹല്ലേലൂയ. അവരുടെ ഇടയിലേക്ക് പോകാനായിട്ട് മനസ്സ് കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നേടാൻ പറ്റിയത്. ആമേൻ. ഇതുപോലെ നമ്മുടെയൊക്കെ ആൾക്കാർ പണ്ട് ദൈവം പറയുന്നത്, നമുക്ക് മലയാളികളായ മിക്ക ആൾക്കാർക്ക് എവിടെ അമേരിക്ക, US, UK, ഓസ്ട്രേലിയ, ജർമ്മനി ഒക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ ആഫ്രിക്ക എനിക്ക് ആ കോളിംഗ് അല്ലെന്ന് പറയും. ഹല്ലേലൂയ. ദൈവം പക്ഷേ അതിനെക്കാട്ട് ദൈവം പറയും, മോനെ നീ ഒന്ന് ആഫ്രിക്കയിൽ കൂടെ USA പൊക്കോന്ന് പറഞ്ഞിട്ട് കയറ്റി വിടും. ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ ഇട്ടേക്കും ദൈവം. കാരണം മടി കാണിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പണി ഇതൊക്കെയാണ്. അപ്പൊ അവിടെ കിടന്നിട്ട് ഹല്ലേലൂയ പഠിച്ചെടുക്കും. നമ്മുടെ കർത്താവ് എവിടെ കഴിച്ചാലും പോകാൻ റെഡിയാണ്. കർത്താവെ ഞാൻ എന്നെ എവിടെ കഴിച്ചാലും ഞാൻ റെഡിയാണ്. നീ അയച്ചോ. അതെ, അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ യെശയ്യാവിനെ കൊണ്ട് പറയിച്ചതിന്റെ സാഹചര്യം എന്താണെന്നൊക്കെ നമുക്ക് പഠിച്ച വിശദമായിട്ട് അറിയാം. ഹല്ലേലൂയ. യെശയ്യാവ് ആരാണെന്ന് നമുക്കറിയാം. യെശയ്യാവ് ഹല്ലേലൂയ ഉസിയ രാജന്റെ ഏറ്റവും ഫസ്റ്റ് കസിൻ ആയിരുന്നു. എല്ലാ സൗകര്യങ്ങളും. പക്ഷെ ഉസിയാവ് മരിച്ചിട്ടാണ് യെശയ്യാവിനെ ദൈവത്തിന് പിടിക്കാൻ പറ്റുക നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോഴാ പറഞ്ഞ അടിയനെ അയക്കണമെന്ന്. അതിനു മുമ്പ് പറഞ്ഞെങ്കിൽ യെശയ്യാവ് അത് പറയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അവിടെ പ്രതികൂലം വന്നപ്പം ദൈവം സംസാരിച്ചുകൊണ്ടാ പറഞ്ഞത്. അതുപോലെ നമ്മളെയൊക്കെ ചില പ്രതികൂലത്തിൽ കൊണ്ടുപോയിട്ട് കർത്താവ് ഇത് പറയുമ്പോൾ നമ്മൾ കർത്താവേ ഇത് അടിയനെ അയക്കണം, അല്ലെങ്കിൽ റെഡിയാണെന്ന്. പക്ഷെ നല്ല സാഹചര്യത്തൊക്കെ ഇരിക്കാൻ പറയുമെങ്കിൽ നമ്മൾ പറയും, കർത്താവ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ പഠിത്തമുണ്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഞാൻ പോയി ഇതൊക്കെ ആര് നോക്കുന്നൊക്കെ നമ്മൾ ദൈവത്തോട് തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനൊന്നും അറിയാത്തതല്ലെന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്വഭാവം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ ചെല്ലും, ദൈവത്തിനൊന്നും അറിയാത്ത പോലെ. അപ്പൊ നമ്മൾ ദൈവത്തെ അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു പിന്നെ വചനം അവിടെ തന്നെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. സോറി ആമേൻ. അവിടെ കഴിഞ്ഞ ശേഷം അപ്പൊ നമ്മുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരും. പക്ഷെ അത് പരിജ്ഞാനത്തോടും ഹല്ലേലൂയ എന്താ പറയുന്നത്, വിവേകത്തിലും. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാണെന്ന് ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മല ഇടർച്ചയില്ലാത്ത ദൈവത്തിന്റെ മഹത്വത്തിനും പോഷകമായിട്ട് യേശുക്രിസ്തു നീതിഫലം നിറഞ്ഞവരായത്. അപ്പം ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. മാറി മാറി വരുന്ന കാലങ്ങളിൽ ഒക്കെ നമുക്ക് വിവേചിപ്പാം. ഞാൻ പറയാം, 2 കുഞ്ഞുങ്ങള് ഹല്ലേലൂയ 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തമ്മിൽ കളിക്കുന്ന പോലെ 17-18 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കളിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. അവര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാണ്. അതിനാ ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും നമ്മളിലുണ്ടാകണം. നമ്മൾ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കുമോ നമ്മുടെ സ്വഭാവം ഇപ്പം ഒരു 10 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് നമ്മൾ പെരുമാറേണ്ടത്? അല്ല. നമ്മുടെ സംസാരത്തില്, വാക്കില്, നടപ്പില് പ്രവൃത്തി എല്ലാത്തിലും നമുക്ക് വിവേകം ഉണ്ടായി വരണം.
ഹല്ലേലൂയ. ആ വിവേകം നമ്മൾ വർദ്ധിച്ചു ഓരോ ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനവും ദൈവത്തിന്റെ വിവേകത്തിലും നമ്മൾ മാറിക്കണ്ടേ. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു, വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, വന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞപ്പോ എങ്ങനെയാ, 10 വർഷം കഴിഞ്ഞപ്പോ എങ്ങനെയാണ്, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ച് അത് സകല ജ്ഞാനത്തിലും വിവേകത്തിലും ആയിരിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് നീതിഫലം നിറഞ്ഞവരായിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനാൽ നീതിഫലം. നമ്മുടെ നീതിയല്ല, സ്വയം നീതിയല്ല, യേശുക്രിസ്തുവിനാലുള്ള നീതിഫലം നിറഞ്ഞവരായി തീർന്നു നമ്മൾ. ഹല്ലേലൂയ. പല ആൾക്കാർക്ക് ഇന്ന് പറ്റുന്ന കാര്യം സ്വയം നീതിയാ. ഒരു പരീക്ഷന്റെ പ്രാർത്ഥന, ഒരു ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവിടെ പരീക്ഷൻ പോയിട്ട് പറയുന്നത് ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വയം നീതീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ചുങ്കക്കാരൻ ചെന്നിട്ട് അങ്ങോട്ട് ആലയത്തിലോട്ട് നോക്കാൻ പോലും യോഗ്യതയില്ലേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പോയി. ആരാ അവിടെ നീതീകരിക്കപ്പെട്ടെന്ന് വെച്ചാൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു. അപ്പൊ സ്വയം നീതീകരിച്ചവരെ ഹല്ലേലൂയ. അതുപോലെ ഇന്ന് നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പറയും, ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെ, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ദൈവസഭയ്ക്ക് കൊടുക്കുന്നുണ്ട്, ദൈവദാസന്മാർക്ക് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോ സംഭവമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര നീതിമാനാണെന്ന് ചിന്ത പലർക്കും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ക്രിസ്തുവിന്റെ ക്രിസ്തു യേശുക്രിസ്തു നീതി പോലെ നിറഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിന്റെ നീതി എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു കർത്താവ് പാപമില്ലാത്തവൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, നിർദോഷി. ഇതെല്ലാം ആയ കർത്താവ് ഹല്ലേലൂയ എത്ര പീഡകൾ സഹിച്ചു ക്രൂശിൽ അടക്കപ്പെട്ടു. അപ്പൊ കർത്താവിന് പറയായിരുന്നല്ലോ, ഞാൻ നീതിമാനാണ്, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഇന്ന് സ്വയം നീതീകരിക്കാൻ പലരും പറയും, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ സഭയ്ക്ക് ശരിയാതെ സഭ ആരാധനയ്ക്ക് കൂടുന്നുണ്ട്, ഞാൻ ടൈത്ത് കൊടുക്കുന്നുണ്ടോ, ഞാൻ ദൈവദാസന്മാരെ സഹായിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ നീതിമാനാണ് എന്നൊരു ചിന്ത പലരുടെ ഉള്ളത്തിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നീതി ഇതൊന്നുമല്ല. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ സ്വയം നീതീകരിക്കുക ചെയ്യുന്നു. നമ്മളിൽ എപ്പോഴും കുറവുകളുണ്ട്. നമ്മൾ മനുഷ്യനാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ, വിചാരങ്ങളിൽ അപ്പൊ കഴിഞ്ഞ ദിവസം ദിവാസം പ്രസംഗിച്ച് എനിക്ക് ഞാൻ കേട്ടൊരു കാര്യം ഹല്ലേലൂയ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ ഹല്ലേലൂയ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് രക്തവുമായി പോകണം. രക്തം തളിച്ച് ജനത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ ചെല്ലുന്ന സമയത്ത് ആ പുരോഹിതൻ തന്നെത്താൻ ശുദ്ധീകരിച്ച കാലിലൊക്കെ രക്തം പുരട്ടിയതിനു ശേഷം പക്ഷേ ആ കടന്നു പോകേണ്ട തലേ ദിവസം രാത്രിയിൽ ഹല്ലേലൂയ ഇദ്ദേഹത്തെ ഉറക്കാൻ സമ്മതിക്കത്തില്ല. അദ്ദേഹത്തിന് ചുറ്റും മറ്റ് പുരോഹിതന്മാരെ തോറ വായിച്ചു കൊടുത്ത് കേൾപ്പിച്ചുണ്ട്. കാരണം അവർക്ക് ഇദ്ദേഹത്തിന്റെ ഉറക്കത്തിലെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ഒരു ഒരു സ്വപ്നത്തിലൂടെ എങ്ങനെ അശുദ്ധനായി പോയാൽ അകത്തു പോയ ജീവനോട് പുറത്തു വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്വപ്നത്തിലെങ്കിലും ഇവരൊക്കെ നേരിട്ടല്ല, സ്വപ്നത്തിലെങ്കിലും അശുദ്ധനായ അദ്ദേഹത്തെ എന്ന് മരിച്ചു വീഴും. ഇതുപോലെ ഞാൻ പറയും, സ്വപ്നത്തിലെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിലെങ്കിലും അശുദ്ധി വരാത്ത ആൾക്കാർ ആരാ ഉള്ളെന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊന്നും നമ്മുടെ കൺട്രോളിൽ പോലും അല്ലാത്ത കാര്യങ്ങളാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്, അപ്പം അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിൽ, വിചാരങ്ങളും, നോട്ടത്തിൽ നമ്മൾ മനുഷ്യരായി കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു കടയിൽ നല്ല ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട്, നമ്മളൊന്ന് നോക്കും കേട്ടോ. അതാ ഞാനിതൊന്നും നോക്കത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോവാ. ഒരു നിമിഷമെങ്കിലും ഒന്ന് മോഹിക്കല്ലേ. കിട്ടിയാ കൊള്ളാം. ഒരു നല്ല ഭക്ഷണത്തിന്റെ മണം കേട്ടോ നമ്മള്, നല്ല ഫുഡിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇത് നമ്മുടെ മൂക്കിൽ കേറുമോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം നമുക്ക് കുറവുകൾ വരും ഇവിടെയൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ പറയും, ഞാൻ ഭയങ്കര നീതിമാനാ, ഞാൻ ഭയങ്കര നീതിയോട് ചെയ്യാൻ വിശുദ്ധയാണെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഏറ്റവും പരാജയം നമ്മുടെ. അപ്പൊ ക്രിസ്തുയേശുവിന്റെ ഹല്ലേലൂയ നീതിഫലത്തിലാണ് നമ്മൾ നിറഞ്ഞു വരുന്നത്. നമ്മുടെ നീതിഫലത്തിലല്ല. കർത്താവിന്റെ നീതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താണ്, അതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. അപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തു നീതിഫലത്തിലേക്ക് നമ്മൾ വരുത്തുള്ളൂ. ഹല്ലേലൂയ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്കുണ്ടോ? 100 അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പറയാൻ പറ്റും, എനിക്കിതെല്ലാം 100ൽ 100 ഞാൻ. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം 0 ആയി എന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നമുക്ക് ആരും അങ്ങനെ ആയിട്ടില്ല നമ്മളാരും. ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവൊക്കെ നമ്മൾ നടന്നു പോണ്ട, നമ്മളിവിടെ ഇരുന്നാൽ മതി. ഈ ടെറിട്ടറി മുഴുവൻ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ.
ആമേൻ. സ്തോത്രം. അത് കഴിഞ്ഞ ശേഷം പറയാം, സഹോദരന്മാരെ എനിക്ക് പൗച്ചു സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. ഫിലിപ്പ് ലേഖനം 1:6 സഹോദരന്മാരെ എനിക്ക് പൗച്ചു സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പം എനിക്ക് ലഭിച്ചത് എന്താ? കാരാഗ്രഹത്തിൽ കിടക്കിയപ്പം ഇത് എന്തിന് കാരണമായെന്നാ? സുവിശേഷത്തെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പം അത് സുവിശേഷ അഭിവൃദ്ധിക്ക് അന്ന് മാത്രം ഇന്നും കാരണമായി. നമ്മൾ ഇന്നും ഈ ഫിലിപ്പി ലേഖനം വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ കാരാഗ്രഹത്തിൽ കിടന്നതിന്റെ ഫലമായത്. ആമേൻ. അനേകരെ ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ഇന്നും ലേഖനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്ന ഒരാളെ യഥാസ്ഥാനപ്പെടണം ലേഖനങ്ങൾ വായിക്കുകയും പഠിക്കാൻ. അത് അന്ന് കാരാഗ്രഹത്തിൽ കിടന്ന് ഉപകാരമെന്ന് പറയുമ്പോൾ ഇന്നും അത് ഉപകരിച്ചുകൊണ്ടേയിരിക്കുക. ഇനി എത്ര നാൾ ഭൂമിയിൽ മനുഷ്യരുണ്ടോ അത്രയും നാളും ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. അടുത്ത പറയുന്നത്, നിങ്ങൾ അറിവാൻ ഞാൻ ചെയ്താൽ എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരൻ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിന്റെ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ അധികം തുനിയുകയും ചെയ്തു. അപ്പൊ എന്റെ ബന്ധനം ക്രിസ്തു നിമിത്തം. അപ്പൊ ഞാൻ ചോദിച്ച ക്രിസ്തു നിമിത്തം ബന്ധനമുണ്ടോ? ക്രിസ്തു നിമിത്തമാണ് പൗലോസ്. ഈ പൗലോസിന്റെ ബന്ധനം കാണാന്ന് വെച്ചാൽ അവൻ അനേകർ പീരുക്കളായി പോയി നല്ല എഴുതിയേക്കുന്നത്. പൗലോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടുണ്ട്. അയ്യോ എല്ലാവരും സുവിശേഷ വേല നിർത്തി വീടുകളിൽ കയറി ഒളിച്ചെന്നല്ല എഴുതിയേക്കുന്നത്. ആ ബന്ധനം എന്ത് കാരണമായെന്നറിയാം? എന്റെ ബന്ധം കർത്താവിന്റെ ധൈര്യം കൊണ്ട് ദൈവത്തിന് പറഞ്ഞ ഭയം കൂടാതെ പ്രസ്താവം അധികം തുനിയും ചെയ്തു. അപ്പൊ സഹോദരന്മാർക്ക് പൗലോസ് കാരാഗ്രഹത്തിലായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അധികം ധൈര്യം കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്താ? അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താ? ആരെങ്കിലൊക്കെ അകത്ത് പിടിച്ചിടുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഭയമാ ഉണ്ടാകുന്നതെങ്കിൽ ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ ക്രിസ്തു എന്റെ ബന്ധനം പൗലോസിന്റെ ബന്ധനം ആമേൻ അടുത്തുള്ള സഹോദരന്മാർക്ക് എന്താ പറയുക ധൈര്യം കൊടുത്തു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്നത് എന്റെ ബന്ധനം ഹല്ലേലൂയ ക്രിസ്തു നിമിത്തമുള്ള എന്റെ ബന്ധനം ക്രിസ്തു നിമിത്തം എന്ന അകമ്പടി പട്ടാളത്തിലൊക്കെ ശേഷം എല്ലാവർക്കും തെളിവ് വരികയും സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിന്റെ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചില ക്രിസ്തുവിന് അസൂയ നിമിത്തവും പിണക്കം നിമിത്തവും പ്രസംഗിക്കുന്നു. ചിലർ നല്ല മനസ്സോടെ അവർ സുവിശേഷത്തിന് പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അതിന്റെ സ്നേഹത്താൽ ചെയ്യുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷം പല രീതി ഇന്നുമുണ്ട് അങ്ങനെ പ്രസംഗിക്കുന്നവർ, അന്നുമുണ്ട് അങ്ങനെ പ്രസംഗിക്കുക. അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയും ഏത് വിധമാണെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് തന്നെയല്ലേ അവർ പറയുന്നത്. അതുകൊണ്ട് അവിടെ പക്ഷെ നമ്മളിവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് ഹല്ലേലൂയ സഭയ്ക്ക് കൂടെയുള്ളവർക്ക് എഴുതുന്നതിനെക്കുറിച്ചും ആ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹത്തിൽ എങ്ങനെ സ്നേഹം വർദ്ധിച്ചു വരണമെന്ന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വിവേകത്തിലുമായിരിക്കണം. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നതായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ നീതിഫലം നിറഞ്ഞു വരാൻ നമ്മൾ മാറണം. ഇവിടെ പിന്നെ അതുപോലെ അവരെയൊക്കെ ഓർക്കുമ്പോഴും അവിടെ കിടന്നുകൊണ്ടും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഓർക്കുമ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനുള്ള മനസ്സുണ്ട്. അതുപോലെ കർത്താവ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ബന്ധനം സഹോദരന്മാർക്ക് ധൈര്യം കൊടുക്കുക. അവർ ക്രിസ്തുവിന്റെ സുവിശേഷം ധൈര്യത്തോട് പ്രസ്താവിക്കേണ്ട കാരണം അതിനെക്കുറിച്ചും. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ കുറച്ച് വാക്കുകൾ കണ്ടു. അപ്പൊ സ്നേഹമുള്ളിടത്ത് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടാകും. അത് ദീർഘമായി ക്ഷമിക്കുന്നു, ഹല്ലേലൂയ, പൊറുക്കുന്നു, ഹല്ലേലൂയ, അതിനെ ചീർക്കുന്നില്ല, നമുക്ക് എല്ലാം സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം സാധിക്കുമെന്നുള്ളത് ദൈവം നമ്മളെ കാണിച്ചെന്ന മാതൃകയാണ്. ദൈവം ഇന്നും നമ്മളോട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് കാണിച്ചാലും നമ്മളോട് ക്ഷമിക്കുകയും നമ്മൾ വീണ്ടും വീണ്ടും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത്. അല്ല ഈ സ്വഭാവം നമ്മൾ എല്ലാവർക്കും ഉണ്ടാകണം. കർത്താവിന്റെ ആത്മാവുള്ളവരാണ് നമ്മൾ. കർത്താവിന്റെ ആത്മാവുണ്ടെങ്കിൽ കർത്താവിന്റെ അതേ സ്വഭാവത്തിൽ തന്നെ നമ്മൾ ആയിത്തീരാൻ വേണ്ടി ഇതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. കർത്താവിന്റെ സ്നേഹത്തിൽ വേണം നമ്മൾ കർത്താവിന്റെ നീതിഫലത്തിൽ വേണം നമ്മൾ നിറഞ്ഞു വരാനായിട്ട്. നമ്മൾ സ്വയം നീതീകരണത്തിലേക്ക് പോകരുത്. നമ്മുടെ സ്വഭാവ മാനുഷികമായ സ്നേഹം ഞാൻ എപ്പോഴും പറയും, ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മളുണ്ടാകും, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളുണ്ടാകും, ക്രിസ്തുവിന്റെ നീതി നമ്മളുണ്ടാകും. എല്ലാ കാര്യങ്ങളും ക്രിസ്തു ആയിരിക്കണം. നമ്മൾ വെച്ചാൽ നമ്മൾ ഇരിക്കുന്നത് മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിലായിരിക്കും നമ്മൾ സകലം ചെയ്യേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.